Hi everyone, this is Xavier from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് Hi everyone, this is Xavier from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദവും അതേപോലെ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്. സോ ദയവായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേയധികം OSൻ്റെ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതേപോലെ തന്നെ iOS 17.1.1, watchOS 10.1.1, macOS 14.1.1, HomePodOS 17.1.1 എന്നിങ്ങനെ കുറേയധികം OSകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ അപ്ഡേഷൻസും കുറേയധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ iOS 17.1.1ൻ്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും ആ വീഡിയോ കാണുക. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും EUവും അതേപോലെ ഗൂഗിളും കാരണം നമ്മുടെ ആപ്പിളിലെ iMessage യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് അവർ ബാൻ ചെയ്യും. ആപ്പിൾ തന്നെ മിക്കവാറും നിർത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ iMessage ഓപ്പൺ ആക്കി കൊടുക്കണം എന്നാണ്. ഈ പറഞ്ഞ എല്ലാ ഗവൺമെൻറ്റിനും അവരുടെ മെസ്സേജും ബാക്കി കാരണം ഓപ്പൺ ചെയ്ത് കൊടുക്കണമെന്നാണ് ആപ്പിളിൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ആപ്പിൾ പറയുന്നത് iMessage അത്ര പോപ്പുലർ അല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻസ് അവിടെ ഇല്ലെങ്കിലും വലിയ കലിപ്പില്ല എന്നുള്ള രീതിയിലാണ് ആപ്പിൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ അടുത്ത് കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളി EU അത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പറഞ്ഞ ഫേസ് ടൈമും അതേപോലെ തന്നെ iMessage ഒക്കെ ആപ്പിൾ എടുത്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് Resident Evil 4 എന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട്, നമ്മുടെ പ്ലേ സ്റ്റേഷനിലൊക്കെ കളിക്കുന്ന ആ ഒരു ഗെയിമിൻ്റെ ഐഫോണിൽ കളിക്കാൻ പറ്റുന്ന ഒരു വേർഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ആ ഒരു ഹൈ എൻഡ് ഗ്രാഫിക്സും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഫോണിൽ കിട്ടും. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഗെയിം കളിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസും നല്ല ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാകും. കാരണം അത്ര വലിയ കൺസോളിൽ കളിക്കേണ്ട ഗെയിമാണ് നമ്മൾ ഈ പറഞ്ഞ ഫോണിൽ കളിക്കുന്നത്. A17 Pro അത്രമാത്രം എഫിഷ്യൻ്റ് ആണ്, അതേപോലെ ഭയങ്കര പവർ കൺസപ്ഷനൊക്കെ കുറവായിരിക്കാം. ഇത്രയും വലിയ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് എന്തായാലും ചൂടാവും. ഈ ചൂടാവുന്നതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് ഡീഗ്രേഡ് ആവും, അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് പെട്ടെന്ന് കുറയും. കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം 1-2 ദിവസം കളിച്ച കാര്യമില്ല, കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാക്കിൽ നമ്മുടെ ഫോൺ തണുപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ചെറിയ ഗാഡ്ജറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാം. പക്ഷേ ഓവർ നൈറ്റ് നിങ്ങൾ അല്ലെങ്കിൽ കുറേ നാളുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഫോണാണെങ്കിലും ബാറ്ററി ഹെൽത്ത് കുറയും. പക്ഷേ ഒരു അവസരം വന്നപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഗെയിം നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ Procreate, ആർക്കിടെക്ചറിങ്, വെബ് ഡിസൈനിങ് എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ iPad Proയിൽ 2024 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും OLED ഡിസ്പ്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആപ്പിൾ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വിവിഡ് കളേഴ്സും റിച്ചർ ആയിട്ടുള്ള ബ്ലാക്കും വൈറ്റും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിനി iPad Proയിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ഡിവൈസ് ഇപ്പോൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫെബിൽ ആ ഒരു ഓപ്ഷൻ എന്തായാലും 2024 പുതിയ iPad ലൈനപ്പ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എന്തായാലും ഗോ ഫോർ iPad Pro. എൻ്റെ സജഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ബാക്കിയുള്ള iPads ഒക്കെ എടുക്കാം. പക്ഷേ അങ്ങനത്തെ OLED ഡിസ്പ്ലേ കൂടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഡിസൈനിങ്ങും ബാക്കി കാര്യങ്ങളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടും അതേപോലെ എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ന്യൂസ് എന്നാൽ iMacൻ്റെ M3 വെച്ചിട്ടുള്ള ഒരു 24-inch ഡിവൈസ് ഈ അടുത്താണ് ആപ്പിൾ റിലീസ് ചെയ്തത്. ആ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ ജാക്ക് ഹൈ ഇംപീഡിയൻസിൻ്റെ സപ്പോർട്ടുള്ള ഹെഡ്ഫോൺ ജാക്കാണ്. എന്താണ് ഈ ഹൈ ഇംപീഡിയൻസ് ഹെഡ്ഫോൺ ജാക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓഡിയോ മേക്കിംഗ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ ഒരു പാട്ടിൻ്റെ ഫസ്റ്റ് ബേസും അതേപോലെ താഴത്തുണ്ടാകുന്ന ഏറ്റവും താഴത്ത് നമ്മളൊരു ബീറ്റ് ഇടും, ടക്ക് 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 എന്നൊരു ബീറ്റ് ഇടും. ആ ഒരു ബീറ്റ് ഉൾപ്പെടെ
കറക്റ്റായിട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഹെഡ്ഫോൺസിൻ്റെ സെഗ്മെൻറ്റിലുള്ള ഒരു കാര്യമാണ് ഹൈ ഇംപീഡിയൻസ് ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെഡ്ഫോൺസിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് വേണം നമുക്കത് യൂസ് ചെയ്യാൻ. അല്ലാതെ വേറെ ഏതെങ്കിലും ഇപ്പോൾ നോർമൽ നമ്മൾ കാണുന്ന ആ ഒരു ഹെഡ്ഫോൺ ജാക്കിൽ ഹൈ ഇംപീഡിയൻസിൻ്റെ ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ക്വാളിറ്റി ആ ഒരു ഹെഡ്ഫോൺ ജാക്കിന് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ iMacൻ്റെ ഈ പുതിയ വേർഷനിൽ ഹൈ ഇംപീഡിയൻസിൻ്റെ ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിയോ ഫീൽഡിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ ഓഡിയോ എൻജിനീയറിങ് അല്ലെങ്കിൽ ഓഡിയോ മേക്കിംഗ് ഫീൽഡിൽ നിൽക്കുന്ന കൂട്ടുകാർക്ക് iMac എടുത്താലും അവരുടെ പ്രോസസ്സിങ് അത്ര നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നമ്മുടെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ iOS 17 ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസിലും അതേപോലെ തന്നെ ബഗ് ഫിക്സസിലുമാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 കൊല്ലവും iOS 16ഉം iOS 17ഉം അത്ര മോശമൊന്നുമില്ല. പക്ഷേ iOS 16ലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബഗ്ഗുകൾ വന്ന ഒരു OS ആണ് iOS 16 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചേഞ്ചസ് എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരും. കാരണം നമ്മൾ W23 നമ്മൾ കണ്ടായിരുന്നു iOS 17ൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആപ്പിൾ ഒരു ചേഞ്ചും കൊണ്ടുവരാത്ത പോലെയാണ് നമ്മൾ ആ ഒരു കീ നോട്ട് കണ്ടത്. പക്ഷേ അതിൽ കുറേയധികം ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം 350 ചേഞ്ചസ് ആണ് iOS 17ൽ ആപ്പിൾ തുടക്കം തന്നെ കൊണ്ടുവന്നത്. അതേപോലെ ഇപ്പോഴും പുതിയ OSകളിൽ പുതിയ മാറ്റങ്ങൾ ആപ്പിളും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iOS 18ൽ ചേഞ്ചസ് ഇല്ലെന്നല്ല, മെയിൻ ഫോക്കസ് ഉണ്ടാകുന്നത് പെർഫോമൻസിലും ബഗ് ഫിക്സസിലും ആയിരിക്കും. iMac 24 ഇഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും നമ്മുടെ മാക്ബുക്ക് പ്രോവിൻ്റെ കാര്യം നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഈ ഒരു കൊല്ലം റിലീസ് ചെയ്ത ഈ പറഞ്ഞ സ്പേസ് ബ്ലാക്ക് എന്ന എഡിഷനിൽ ആപ്പിൾ ഓക്സിഡൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്താണ് പുറത്തേക്ക് ഇറങ്ങിയത്. ലാസ്റ്റ് ഇയർ നമുക്ക് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന ഓപ്ഷനിൽ സ്മഡ്ജ് അതേപോലെ ഫിംഗർ പ്രിൻറ്റ് എന്ന കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ മാക്ബുക്കിൻ്റെ പുറത്തായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു വട്ടം ഓക്സിഡൈസേഷൻ ചെയ്ത് നമ്മുടെ ഡിവൈസ് പുറത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ FCPയും പിന്നെ ലോജിക് പ്രോയും, FCP എന്ന് പറഞ്ഞാൽ ഫൈനൽ കട്ട് പ്രോ, നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ തന്നെ സ്വന്തം വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് FCPക്കും ലോജിക് പ്രോനും ഏറ്റവും അടിപൊളിയായ ഒരു അപ്ഡേഷൻ ഈ ഒരു മാസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ലൈഫ് ടൈമായിട്ട് നമുക്ക് FCP വാങ്ങിക്കാം, 90 ദിവസത്തേക്ക് ട്രയൽ ചെയ്ത് നോക്കാം. മാക്ബുക്കിലും ഐപാഡിലും മാത്രമാണ് ഈ 2 ആപ്ലിക്കേഷൻസ് കിട്ടുന്നത്. സോ ഈ വരുന്ന ആപ്ലിക്കേഷൻ യൂസേഴ്സിന് നല്ലൊരു ജമ്പ് തന്നെ അടുത്ത് തന്നെ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്നാൽ അമേരിക്കയിൽ ഇല്ലിനോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലേക്ക് ഒരു കാർ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റിയിരിക്കുകയാണ്. എന്താ അറിയാൻ പാടില്ല, ആപ്പിളിൻ്റെ സ്റ്റോറുകൾക്ക് ഇപ്പോൾ കണ്ടക ശനിയാണ്, അത് കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. കുറേ സ്ഥലത്ത് റോബറി നടക്കുന്നു, കാർ ഇടിച്ച് കയറ്റുന്നു എന്നീ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ആപ്പിളിൻ്റെ സ്റ്റോറിനെതിരെ വരുന്നുണ്ട്. സോ അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ ആപ്പിളിൻ്റെ സ്റ്റോറിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആപ്പിൾ വാച്ച് കാരണം ലൈഫ് സേവായ ഒരു കാര്യം പറയാം. ഈ അടുത്ത് ആപ്പിൾ വാച്ച് അൾട്ര കിട്ടിയിട്ട് ഒരാൾ നടന്നു പോകുന്നു, അയാളുടെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞപ്പോൾ കുഴഞ്ഞു വീണു. ഈ പടവും തല്ലി വീണ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൽ ഫോൾ ഡിറ്റക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് വീണ് കഴിയുമ്പോൾ ട്രിഗർ ചെയ്യും. ഈ ട്രിഗർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അതിൻ്റെ മെസ്സേജ് റെസ്പോണ്ടോ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോൺടാക്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എമർജൻസി കോൺടാക്റ്റിലേക്കോ കോള് പോകും. അങ്ങനെ കറക്റ്റായിട്ട് കോള് പോയിട്ട് ഈ ലൈഫ് സേവ് ആയെന്ന് നമുക്കറിയാൻ പറ്റി. അതും നല്ല സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ യൂഷ്വലി ആപ്പിൾ വാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ദിവസം ചാർജ് നിൽക്കുള്ളൂ, പിറ്റത്തെ ദിവസം നമുക്ക് ചാർജ് ചെയ്യില്ല, ചാർജ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഭയങ്കര കാശ്. പക്ഷേ ചില സ്ഥലത്ത് ഈ പറഞ്ഞ ഡിവൈസ് നമ്മുടെ ലൈഫ് സേവറായിട്ട് മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടൈപ്പിൽ നമുക്ക് നിങ്ങളോട് പറയാനുള്ള പുതിയ കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ തൊണ്ട കുറച്ചധികം സീനായിട്ടിരിക്കുകയാണ്. എന്നാലും എല്ലാ വീക്കും ഈ പറഞ്ഞ ന്യൂസ് കാണാൻ വരുന്ന എല്ലാ പുതിയ കൂട്ടുകാർക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കുറേ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തൊട്ട് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too, and thank you so much for watching this whole video. This is Abin, Xavier signing from Evika.